നമസ്കാരം. നടൻ ഷാനവാസ് അന്തരിച്ചു. ഷാനവാസ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എത്ര പേർക്ക് അത് അദ്ദേഹത്തെ മനസ്സിലാവും, അല്ലെ എത്ര പേരെ ഓർക്കും എന്നറിയില്ല. എന്നാലും പ്രേം നസീറിനെ അറിയാവുന്നവർക്കൊക്കെ അറിയായിരിക്കും അദ്ദേഹത്തിന്റെ മകനാണ് ഷാനവാസ് എന്നുള്ളത്. ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ച നടനാണ്. എന്നിരുന്നാലും എന്തുകൊണ്ടോ, അതായത് അഭിനയിക്കാൻ കഴിവുള്ളത് കൊണ്ടും സ്റ്റാർഡം എന്നൊക്കെയുള്ള ഒരു സ്റ്റാർ കിഡ് എന്നൊക്കെ ഉള്ള ഒരു ലേബൽ ഉണ്ടായിട്ട് പോലും താരനിരയിലോട്ട് എത്താൻ പറ്റാത്ത ഒരു നടനാണ് ഷാനവാസ്. എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പം ആദ്യം ഓടി വരുന്ന ഒരു സിനിമ ഗാനം. എൻ്റെ ചെറുപ്പത്തിൽ 1981 ഇറങ്ങിയ ഒരു സിനിമയാണ് ഗാനം. കർണാടക സംഗീതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത അംബരീഷ് എന്ന് പറഞ്ഞൊരു നടനും നമ്മുടെ ലക്ഷ്മി, പൂർണിമ ജയറാം, അടൂർ ഭാസി, ജഗദീഷ് ശ്രീകുമാറിനൊക്കെ നല്ല റോൾ ഉണ്ട് അതിനകത്ത്. അങ്ങനെയൊക്കെയുള്ള ഒരു പഴയ സിനിമ. അതിൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ കണ്ടതാണ്. പക്ഷെ ഇടയ്ക്ക് ടി വി വരുമ്പോഴൊക്കെ ഞാൻ കാണാറുള്ള സിനിമയാണ്. ആ സിനിമയ്ക്കകത്തെ അഭിനയമാണ് എനിക്ക് ആദ്യം പുള്ളിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. പിന്നെ അവസാനമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ട സിനിമ എനിക്ക് തോന്നുന്നു സക്കറിയാട് ഗർഭിണികൾ എന്ന് പറഞ്ഞ സിനിമ. സക്കറിയാട് ഗർഭിണികൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സിനിമയുമാണ് എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ സൗന്ദര്യമുണ്ട്, കഴിവൊക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടോ മുൻനിരയിൽ എത്താൻ പറ്റാതെ പോയ ഒരു നടനായിട്ടാണ് എനിക്ക് തോന്നിയത്. കഴിവില്ലാത്തത് കൊണ്ടോ സ്റ്റാർ കിഡ് അല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. പക്ഷെ എന്തുകൊണ്ടോ പിന്തള്ളപ്പെട്ടു. അതെന്താ കാരണം നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഈ സിനിമകളൊക്കെ പുള്ളിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് അഭിനയശേഷി ഇല്ലായ്മ കൊണ്ടൊന്നും അല്ല പിന്നോട്ട് പോയതെന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഗാനം ഒന്നെടുത്ത് കാണുക. നല്ല രസം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് ഒരുപാട് നല്ല പാട്ടുകളൊക്കെ ഉള്ള നല്ലൊരു സിനിമയാണ്. പഴയ സിനിമ 1989 ഇറങ്ങിയാണ് ഗാനം. സക്കറിയയുടെ ഗർഭിണികൾ കുറേ കാലം മുമ്പ് ലാലും ഒക്കെ ആയിട്ട് ഇറങ്ങിയ ഒരു സിനിമയാണ്. നല്ലൊരു സിനിമയായിരുന്നു. അതിനകത്താണ് ഞാൻ അവസാനമായിട്ട് കണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ. ജനഗണമനയൊന്നും കണ്ടിട്ട് എനിക്ക് അതിനകത്ത് ഓർമ്മ കിട്ടുന്നില്ല. പുള്ളിയുടെ ക്യാരക്ടറൊന്നും ഞാൻ കണ്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു. പക്ഷേ അത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഈ രണ്ട് സിനിമകളാണ്. നിങ്ങൾ ഏത് സിനിമയാണ് അദ്ദേഹത്തെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് പറയാമോ?